സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഓർഗാനിസത്തിൻ്റെ ആവറേജ് ലൈഫ് സ്പാനുകളാണ് നമ്മളിപ്പോൾ ഒരു ടേബിളിലായിട്ട് കാണിക്കുന്നത്. സോ ലൈഫ് സ്പാൻ ഓഫ് ഡിഫറെൻറ്റ് ഓർഗാനിസം, ഓരോ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൻ്റെയും അവരുടെ ആവറേജ് ലൈഫ് സ്പാനുകളാണ് നമ്മളൊരു ടേബിളിൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കണേ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാമല്ലോ. ആദ്യത്തേത് എലിഫൻറ്റ്. എലിഫൻറ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നോക്കിയേ എത്രയാണ്? 65 to 90 ഇയേഴ്സാണ്. എലിഫൻറ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 65 തൊട്ട് 90 വർഷം വരെയാണ് ഒരു എലിഫൻറ്റിൻ്റെ ലൈഫ് സ്പാൻ. അടുത്തത് ഡോഗ്. ഡോഗ് ആണെങ്കിലോ ഡോഗിൻ്റെ ലൈഫ് സ്പാൻ 20 മുതൽ 30 വർഷം വരെയാണ്. 20 മുതൽ 30 വർഷം വരെയാണ് ഡോഗിൻ്റെ ലൈഫ് സ്പാൻ. അതേസമയം കൗവിൻ്റെ ലൈഫ് സ്പാൻ നോക്കിയേ. കൗവിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 20 തൊട്ട് 26 വർഷം വരെ. സോ 20 തൊട്ട് 26 വർഷം വരെയാണ് ആ ഡോഗിൻ്റെ ആ പീരീഡ് ഓഫ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ലൈഫ് സ്പാൻ, ബർത്ത് തൊട്ട് നാച്ചുറൽ ഡെത്ത് വരെയുള്ള ആ ഡ്യൂറേഷൻ. ഇനി ഹോഴ്സ് ആണെങ്കിൽ നോക്കിയേ. ഹോഴ്സ് ആണെങ്കിൽ 40 തൊട്ട് 50 വർഷം വരെ, 40 to 50 ഇയേഴ്സ് വരെയാണ് ഹോഴ്സിൻ്റെ ലൈഫ് സ്പാൻ, ബർത്ത് തൊട്ട് നാച്ചുറൽ ഡെത്ത് വരെയുള്ള ഡ്യൂറേഷൻ. ക്രൊക്കഡൈൽ ആണെങ്കിൽ നോക്കിയേ. ക്രൊക്കഡൈൽ ആണെങ്കിൽ 60 ഇയേഴ്സാണ് ക്രൊക്കഡൈലിൻ്റെ ലൈഫ് സ്പാൻ. ഇനി ടോർട്ടോയ്സ് ആണെങ്കിലോ. ടോർട്ടോയ്സ് ആണെങ്കിൽ 100 to 150 ഇയേഴ്സ്, 100 to 150 ഇയേഴ്സ്. സോ നമ്മുടെ ഒരു അനിമൽ കിങ്ഡം അല്ലെങ്കിൽ അനിമൽ വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാക്സിമം ലൈഫ് സ്പാൻ കാണുന്ന ഒരു ഓർഗാനിസമാണ് ടോർട്ടോയ്സ്. അതാണ് 100 തൊട്ട് 150 ഇയേഴ്സ് വരെയാണ് ടോർട്ടോയ്സിൻ്റെ ലൈഫ് സ്പാൻ. ഇനി ക്രോ ആൻഡ് പാരറ്റ്. ക്രോൻ്റെ ലൈഫ് സ്പാൻ 15 ഇയേഴ്സാണ്. പാരറ്റിൻ്റെ ലൈഫ് സ്പാൻ വന്നത് 140 ഇയേഴ്സാണ്. സോ ഈ രണ്ട് ലൈഫ് സ്പാൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്രോ ആൻഡ് പാരറ്റ്. ക്രോനെയും പാരറ്റിനെയും നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ സൈസാണെന്ന് പറയാം. അല്ലെങ്കിൽ ഈ ക്രോൻ്റെയും പാരറ്റിൻ്റെയും സൈസുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒരേ സൈസിലുള്ള രണ്ട് ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ആണ് ക്രോ ആൻഡ് പാരറ്റ്. പക്ഷേ എന്നിട്ട് കൂടി ക്രോൻ്റെ ലൈഫ് സ്പാൻ എത്രയാണ്? 15 ഇയേഴ്സ്, 15 വർഷമാണ് ക്രോൻ്റെ ലൈഫ് സ്പാൻ. അതേ ഓൾമോസ്റ്റ് സിമിലർ സൈസുള്ള പാരറ്റിൻ്റെ ലൈഫ് സ്പാൻ നോക്കിയേ 140 ഇയേഴ്സ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഓർഗാനിസത്തിൻ്റെ സൈസും അതിൻ്റെ ലൈഫ് സ്പാനും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ലൈഫ് സ്പാൻ്റെ കേസിൽ ആ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാനും ആ ഓർഗാനിസത്തിൻ്റെ സൈസും തമ്മിൽ ഒരു കോറിലേഷനും ഇല്ല. അതുകൊണ്ടാണ് ഒരേപോലെ സിമിലർ സൈസുള്ള രണ്ട് ഇൻഡിവിജ്വൽ ഓർഗാനിസമായിട്ട് കൂടി ക്രോയ്ക്ക് 15 വർഷവും പാരറ്റിന് 140 ഇയേഴ്സും 140 വർഷവും. ഓൾമോസ്റ്റ് സിമിലർ സൈസാണ്, ബട്ട് ലൈഫ് സ്പാൻ എടുത്ത് നോക്കുമ്പോൾ എന്തുമാത്രം ഡിഫറൻസ് ആണ് വരുന്നത്. ഒരുപാട് എക്സ്ട്രീമിറ്റി ഈ രണ്ട് ലൈഫ് സ്പാനിൽ കാണും, സിമിലർ സൈസ് ആയിരുന്നിട്ട് കൂടി. ഇനി അടുത്തത് ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈൻ്റെ ലൈഫ് സ്പാൻ ആണെങ്കിൽ എത്രയാണ്? 1 to 4 months ആണ്. കുറച്ച് മാസങ്ങളുള്ളൂ. ഇത്രയും നമ്മൾ പറഞ്ഞത് വർഷങ്ങളാണ്. ഈ പറഞ്ഞ ഓരോ ഓർഗാനിസത്തിൻ്റെയും ലൈഫ് സ്പാൻ അവരുടെ ആവറേജ് ആയിട്ടുള്ള ലൈഫ് സ്പാനാണ്. സോ ഹൗസ് ഫ്ലൈന് 1 to 4 months, 1 മുതൽ 4 മാസം വരെയാണ് ഹൗസ് ഫ്ലൈൻ്റെ ലൈഫ് സ്പാൻ. ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആ പഴയീച്ച എന്ന് പറയുന്ന ഒരു ഇതാണ് ഹൗസ് ഫ്ലൈ. ഇനി വേറെ ഒരു ലൈഫ് സ്പാൻ നമ്മൾ പറയുന്നത് മേ ഫ്ലൈ എന്ന് കേട്ടിട്ടുണ്ടാവും. മേ ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഈയാമ്പാറ്റ എന്ന് പറയും. സോ ഈ ഈയാമ്പാറ്റയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഹൗസ് ഫ്ലൈക്ക് 1 മുതൽ 4 മാസം വരെയാണെങ്കിൽ മേ ഫ്ലൈൻ്റെ ലൈഫ് സ്പാൻ വരുന്നത് 1 ദിവസമാണ്. വെറും 1 ദിവസമേ ഈ മേ ഫ്ലൈന് അല്ലെങ്കിൽ ഈയാമ്പാറ്റയ്ക്ക് ആയുസുള്ളൂ. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, മഴ പെയ്യുകയാണെങ്കിൽ അത് രാത്രി, നമുക്കറിയാം മഴ വരുന്ന ദിവസങ്ങളിൽ, മഴയുള്ള ദിവസങ്ങളിൽ രാത്രി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ആ ലൈറ്റ് വരുന്ന സ്ഥലത്തൊക്കെ ഈയാമ്പാറ്റകൾ ഒരുപാട് വന്നു വരും. പിറ്റേ ദിവസം കാലത്താവുമ്പോഴേക്കും ഈ പാറ്റയുടെ ഒക്കെ അവിടെ ചത്ത് കിടക്കുന്നത് കാണാം. എന്താണ്? അതിന് 1 ദിവസമേ അതിന് ആയുസുള്ളൂ. സോ മേ ഫ്ലൈ എന്ന് പറയുന്നത് ഈയാമ്പാറ്റയാണ്. അത് 1 ദിവസം, ജസ്റ്റ് 1 ദിവസമേ അതിൻ്റെ ലൈഫ് സ്പാനുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്ട്രീം റേഞ്ചുകളുണ്ട്. 1 ദിവസമാവാം ചിലപ്പോൾ ഒരു ലൈഫ് സ്പാൻ ഒരു ഓർഗാനിസത്തിൻ്റെ, വേറൊരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ 4000 ഇയേഴ്സ് വരെ ആവാം. സോ ഒരു എക്സ്ട്രീം റേഞ്ച് നമ്മൾ പറഞ്ഞിരുന്നു 1 day തൊട്ട് 4000 വർഷം വരെ ഡിഫറെൻറ്റ് എക്സ്ട്രീം റേഞ്ചുകളിലുള്ള ലൈഫ് സ്പാനുകൾ, ബർത്ത് തൊട്ട് നാച്ചുറൽ ഡെത്ത് വരെയുള്ള ഡ്യൂറേഷൻ അല്ലെങ്കിൽ കാലയളവ് ഓരോ ഓർഗാനിസത്തിനും ഉണ്ടെന്ന്. സോ ഹൗസ് ഫ്ലൈന് 1 to 4 months ആണ്. അതുപോലെ ബട്ടർഫ്ലൈ ആണെങ്കിൽ നോക്കിയേ 1 to 2 weeks ആണ്. അത് കുറച്ച് ആഴ്ചകളല്ലോ, 1-2 ആഴ്ചകളേ ഉള്ളൂ നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സ്പാൻ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ടേബിളിലുള്ള ഓരോ ലൈഫ് സ്പാനുകളും
ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൻ്റെ ആവറേജ് ലൈഫ് സ്പാനാണ്. പലപ്പോഴും തോന്നും, ഓ ഇതൊക്കെ ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ, നമ്മളറിയുന്ന ഈ ഡോഗ് അല്ലെങ്കിൽ ഇതിനൊക്കെ ഇത്രയും നാളിത് ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞ ഇതിന് ഒരുപാട് സ്പീഷീസുകൾ, വെറൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന ആ ഓർഗാനിസത്തിന് ആവറേജ് ആയിട്ട് കാണപ്പെടുന്ന ലൈഫ് സ്പാനുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എനിമൽ വേൾഡിലെയാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പ്ലാന്റ് കിങ്ഡം അല്ലെങ്കിൽ പ്ലാന്റ് വേൾഡിലെ കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ റൈസ് പ്ലാൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നതൊക്കെ എത്രയാണ്? 4 to 5 months, 4 മുതൽ 5 മാസം വരെയാണ് റൈസ് പ്ലാന്റിൻ്റെ ലൈഫ് സ്പാൻ, അവരുടെ ഡ്യൂറേഷൻ. അടുത്തത് റോസ് ആണെങ്കിൽ 10 വർഷം ആണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ വളരുന്ന റോസിന് 10 വർഷം ഉണ്ടോ ഇല്ലയോ നമ്മൾ നോക്കണ്ട, ഒരു ആവറേജ് ആണ്. ആ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പീഷീസ് റോസിൽ വരുമ്പോൾ അതിലുള്ള ഒരു ആവറേജ് ആണ് പറയുന്നത്. റോസിന് 10 വർഷമാണ് അതിൻ്റെ ലൈഫ് സ്പാൻ. ഇനി ബനാന ആണെങ്കിൽ ഇതുപോലെ 20 തൊട്ട് 25 വർഷം വരെ. അതും നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മുടെ വീട്ടിലുള്ള ബനാന അതൊന്നും 25 വർഷം ഇല്ലല്ലോ എന്ന്. പക്ഷേ ഒരു ആവറേജ് ലൈഫ് സ്പാനാണ് പറയുന്നത്, പല സ്പീഷീസും വെറൈറ്റികൾ ഉള്ളതുകൊണ്ട്. സോ ബനാനയുടെ ആവറേജ് ലൈഫ് സ്പാൻ ആണ് പറയുന്നത് 20 തൊട്ട് 25 വർഷം വരെ. ഇനിയുള്ളതാണ് ബനിയൻ ട്രീ. സോ ബനിയൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വടവൃക്ഷം അല്ലെങ്കിൽ പേരാൽ എന്നൊക്കെ പറയുന്നതാണ് ബനിയൻ ട്രീ. സോ ബനിയൻ ട്രീ 200 to 500 years ആണ് ബനിയൻ ട്രീ. ചില സ്ഥലങ്ങളിലൊക്കെ മോർ ദാൻ 500 years വരെ ഈ ബനിയൻ ട്രീ അല്ലെങ്കിൽ പേരാൽ അല്ലെങ്കിൽ വടവൃക്ഷത്തിന് ആയുസ് അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ കാണുന്നു. സോ നമ്മുടെ ബനിയൻ ട്രീ നമ്മുടെ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഈ ബനിയൻ ട്രീയുടെ ഇതുണ്ട്. അവിടെ മോർ ദാൻ 550 വർഷത്തിന് മേലെ പഴക്കമുള്ള അല്ലെങ്കിൽ അത്രയും ലൈഫ് സ്പാനോട് കൂടിയുള്ള ഒരു ബനിയൻ ട്രീ അല്ലെങ്കിൽ നമ്മുടെ പേരാൽ വടവൃക്ഷം ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ട്. ഇനി അടുത്തത് പീപ്പിൾ ട്രീ എന്ന് പറയുന്നത് നമ്മൾ അരയാലാണ്. ഈ പീപ്പിൾ ട്രീയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 900 to 1500 years ആണ്. 900 to 1500 years ആണ് നമ്മുടെ പീപ്പിൾ ട്രീ അരയാലിൻ്റെ. സോ ഇത് ചില സ്ഥലത്ത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിലൊക്കെ ചില നേറ്റീവ് ഒരു പ്രത്യേക ഹാബിറ്ററ്റുകളിൽ അതിൻ്റെ വളരാൻ സൗകര്യമുള്ള അങ്ങനത്തെ ഒരു ഹാബിറ്ററ്റുകളിലൊക്കെ ഇത് മോർ ദാൻ 3000 years 3000 വർഷത്തിന് മേലെ ആയുസ്സുള്ള പീപ്പിൾ ട്രീകളുമുണ്ട് ചില നേറ്റീവ് ഏരിയയിലൊക്കെ അവിടെ അത് കാണപ്പെടുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ മാംഗോ ട്രീനെ 100 to 200, 100 to 150 അല്ലെങ്കിൽ 200, 100 മുതൽ 150 200 വർഷം വരെ കാലയളവ് അല്ലെങ്കിൽ ആ ലൈഫ് സ്പാൻ ഉള്ളതാണ് മാംഗോ ട്രീ. അപ്പോൾ നമ്മൾ ഇവിടെയും നോക്കുമ്പോൾ പ്ലാന്റിൽ തന്നെ നോക്കുക ഡിഫറെൻറ്റ് മാസങ്ങളുള്ളത്, അതുപോലെ 10 വർഷമുള്ളത്, 25 വർഷമുള്ളത്, അത് കഴിഞ്ഞ് മോർ ദാൻ 500, പിന്നെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് റേഞ്ചുള്ള മോർ ദാൻ 3000. അതേസമയം മാംഗോ ട്രീ നോക്കിയേ 100 to 200. അപ്പോൾ നമ്മൾ ഒരേ ഇതിലുള്ള പ്ലാന്റിലെടുത്ത് നോക്കിയാലും സൈസ് നോക്കിയാലും അവിടെയും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഞ്ചുകൾ കാണാം. ചിലത് 200 to 500 ആണെന്നുണ്ടെങ്കിൽ ചിലത് 20 തൊട്ട് 25 വർഷമേ ഉള്ളൂ. ചിലതാണെങ്കിൽ നോക്കിയേ മോർ ദാൻ 3000, 3000 വർഷത്തിന് മേലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആയുസ്സുള്ള ഒരു പ്ലാന്റിലും നമുക്ക് പ്ലാന്റ് വേൾഡിലും ഇതുപോലെ ലൈഫ് സ്പാൻ കാണാം. സോ ഓരോ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനും നമ്മൾ പറയുന്ന പോലെ ഒരു ആവറേജ് ലൈഫ് സ്പാനുകളുണ്ട്. ആ ലൈഫ് സ്പാനും അതിൻ്റെ സൈസുകൾ പറഞ്ഞ ഓരോ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനും അതിൻ്റേതായ സൈസാണ്. സോ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാനും അതിൻ്റെ സൈസും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, ഒരു കോറിലേഷനും അവർ തമ്മിലില്ല. ബിക്കോസ് അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ലൈഫ് സ്പാനുകളാണ് ഇവിടെ കാണിച്ചിരുന്നത്. സൈസുമായിട്ട് ബന്ധമില്ല, ഒരേ സൈസ് ആണെങ്കിൽ കൂടി അവർ തമ്മിൽ ഭയങ്കര ഡിഫറൻസ്, എക്സ്ട്രീം ആയിട്ടുള്ള റേഞ്ചിലുള്ള ലൈഫ് സ്പാനുകൾ നമുക്ക് കാണാൻ പറ്റും.